സ്വാന്തന, അപ്പോൾ നേരത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഒപ്പം നമുക്ക് ഈ വാർത്തകൾ, ഈ കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദം അത് രാഷ്ട്രീയപരമായും നിയമപരമായും ഒക്കെ ഒരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിരുന്നു. അത് തീർക്കാൻ, അതിൻ്റെ ഒരു പ്രതിരോധം തീർക്കാൻ സർക്കാരും സിൻഡിക്കേറ്റും ഒക്കെ ഇനിയിപ്പോൾ മുന്നോട്ടിറങ്ങുകയാണ്. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും അല്ലേ? അതെ ശ്രുതി, ഭാരതാംബ വിവാദം വീണ്ടും ഒരു രാഷ്ട്രീയ പോരിലേക്കും അതുപോലെ തന്നെ നിയമപോരിലേക്കും ഒക്കെ തന്നെയും പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സിൻഡിക്കേറ്റ് ആണെങ്കിലും അതിനെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായി നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. താൻ ചട്ടലംഘനം ഒന്നും നടത്തിയിട്ടില്ല, നിയമപരമല്ലാതെയാണ് തന്നെ പുറത്താക്കിയിരിക്കുന്നത് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സസ്പെൻഷനിലായിരിക്കുന്ന രജിസ്ട്രാറുടെ തീരുമാനം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സെനറ്റ് യോഗവും സിൻഡിക്കേറ്റ് യോഗവും ഒക്കെ വിളിച്ചു ചേർക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് VC-ക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക VC ആണ്, സിസ തോമസ് ആണ് ഇപ്പോൾ VC ആയിട്ട് ഉള്ളത്. കാരണം മോഹൻ കുന്നുമേൽ കുറച്ച് ദിവസത്തേക്ക് അവധി ആയതുകൊണ്ട് തന്നെ താൽക്കാലികമായി സിസ തോമസ് ആണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് ഇന്നലെ തന്നെ കത്ത് നൽകുമെന്ന് മാധ്യമങ്ങളോട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയതാണ്. അത് മാത്രവുമല്ല, നിയമപരമായി മുന്നോട്ടേക്ക് പോകാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും തീരുമാനിക്കുന്നുണ്ട്. VC-ക്കെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും തീരുമാനം. ഇത് രാഷ്ട്രീയമായ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. ഗവർണറും VC-യും ചേർന്ന് രാഷ്ട്രീയമായി തകർക്കാനുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അടക്കം തകർക്കാനും അതുപോലെ തന്നെ കാവ്യവൽക്കരണം നടത്താനുമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ തന്നെയും മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് ഒരു നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഒക്കെ തന്നെയും ഇത് പല തലങ്ങളിലേക്ക് പോകുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും ഇന്ന് വരാനുണ്ട്. പ്രത്യേകിച്ച് SFI അടക്കമുള്ള സംഘടനകൾ ഇതിനൊപ്പം നിന്നുകൊണ്ട് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ്സും മറ്റു വാർത്തകളും ഒക്കെ ഇന്ന് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വരാനുണ്ടാകും. ശരി, അപ്പോൾ എന്തായാലും K.S. അനിൽകുമാർ എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു നിയമപരമായി നീങ്ങുമെന്ന്, നിയമപരമായി തന്നെ നീങ്ങുകയാണ്. സ്വന്തന, നമുക്ക് ഈ ഷോ തുടങ്ങുമ്പോൾ തന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട കമൻറ്റ് പ്രേക്ഷകരുടെ എന്ന് പറയുന്നത് മഴയുണ്ടാകുമോ ലീവ് ഉണ്ടാകുമോ എന്നൊക്കെയാണ്. ഇപ്പോൾ ലീവിൽ നമുക്ക് ആശങ്കയൊന്നുമില്ല, എല്ലാ സ്കൂളുകളൊക്കെ ഉണ്ട്. മഴ ഉണ്ടാകുമോ സ്വന്തന? മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ തെക്കൻ ജില്ലകൾ, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊല്ലത്തേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വടക്കൻ ജില്ലകളിലായിരുന്നു മഴ കൂടുതൽ ഉണ്ടായിരുന്നത്. ഇന്നും അതേ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ മഴ മുന്നറിയിപ്പുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇത് 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 4 ജില്ലകളും വടക്കൻ ജില്ലകളാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ അലേർട്ട് നൽകിയിരിക്കുന്നത്. യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ ജില്ലകളിലൊക്കെ തന്നെയും ഉണ്ടായിരിക്കുമെന്നൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഈ ജാർഖണ്ഡിന് മുകളിലായിട്ടൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മഴയ്ക്ക് കാരണം. മഴ മാത്രമല്ല, 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ വടക്കൻ ജില്ലകളിലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് കാറ്റും മഴയും ഒക്കെയായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് രാവിലെ തന്നെ നമുക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും മഴ എങ്ങനെയാണെന്നാണ് സ്വാന്തന പറഞ്ഞു തന്നിരിക്കുന്നത്. സ്വാന്തന, അതിനൊപ്പം ഈ ഇപ്പോൾ ഇന്നലത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ അപകടം ഒരുപക്ഷെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലൂടെ തുറന്നു ഇറങ്ങിയ ഡോക്ടർ ഹാരിസിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്കൊക്കെ പോകുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകില്ല. ഒപ്പം ഈ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി DMEക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതടക്കം എങ്ങനെയാണ് ഇതിൽ ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഒരു നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പായല്ലേ? ശ്രുതി, ഈ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ്. അദ്ദേഹം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. 4 അംഗ സംഘമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഈ തുറന്നു പറച്ചിലും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തിയത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DMEക്ക് കഴിഞ്ഞ ദിവസം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൈമാറിയിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞതിൽ ഉപകരണക്ഷാമം ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഇതുപോലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ പല സർജറികൾ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ മറിച്ച് ഈ പറയുന്നത് പോലെയുള്ള ഉപകരണക്ഷാമം ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ട്
ഉണ്ട് എന്ന് കൂടി കണ്ടെത്തിയ സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇതിപ്പോൾ DME ആ ഒരു റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ആരോഗ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന ഡോക്ടർമാരുടെ സംഘടന അടക്കം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഇനി ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് തനിക്ക് ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാലും തനിക്ക് അതിലുള്ള പ്രശ്നമൊന്നുമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊപ്പമുള്ള സഹപ്രവർത്തകരൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ശരി. ഇന്ന് KSU ഒരു വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നുണ്ടല്ലേ സ്വാതന്ത്ര്യം, എന്താണ് വിഷയം? അത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് KSU ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് യൂണിവേഴ്സിറ്റിയിലെ പല വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഇയർബാഗ് സിസ്റ്റം, അതുപോലെ തന്നെ പല സർവകലാശാലകളിലും ഈ VC-മാരില്ല, എല്ലായിടത്തും താൽക്കാലിക VC ആണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു KSU ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. KSUവിന്റെ വിവിധ പ്രവർത്തകർ പങ്കെടുത്ത ഒരു മാർച്ചായിരുന്നു. ആ മാർച്ച് വലിയ രീതിയിലുള്ള സംഘർഷത്തിലാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ കലാശിച്ചത്. പോലീസ് 3 തവണയാണ് ലാത്തി വീശിയത്. അപ്പോൾ ഈ ഒരു ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് KSU സംസ്ഥാന വ്യാപകമായി തന്നെ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നത്. ഈ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യറിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു. അലോഷി സേവ്യറിന് മാത്രമല്ല നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി പ്രതിഷേധം നടത്തിയ തങ്ങളെ പോലീസ് ലാത്തി വീശിക്കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ KSU വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ KSU വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത്.